ഇവിടെ എൻ ശ്രീകുമാർ പറയുന്നത് മുഖ്യമന്ത്രി എല്ലാം കൃത്യമായി പറഞ്ഞു, എന്നിട്ടും മനസ്സിലാകാത്തത് CPIM-കാർക്ക് മാത്രമാണ്. കേരളത്തിലെ യുവജനങ്ങളാകെ മുഖ്യമന്ത്രിക്കൊപ്പമാണ്. ഇതാണ് അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ ഒരു സെൻസ്. അതാണ് ഇതിൽ ശ്രീ ജയചന്ദ്രനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യതയോടെയുള്ള മറുപടിയാണോ, മറുപടി അല്ലെങ്കിൽ, കാരണം നമ്മൾ ഈ വിഷയത്തിൽ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ആദ്യമാണ്, അതുകൊണ്ട് തന്നെ താങ്കൾ അങ്ങനെ കൃത്യതയോടെ വ്യക്തതയോടെ ബോധ്യപ്പെടുന്ന ഒരു മറുപടിയല്ല മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് താങ്കൾക്ക് തോന്നുന്നെങ്കിൽ അതിനാധാരമായി തോന്നുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് മെൻഷൻ ചെയ്യാമോ? ഇതില് മുഖ്യമന്ത്രി VD സതീശൻ, അതാണല്ലോ നമ്മൾ പ്രധാനമായി ഇപ്പോ കഴിഞ്ഞ അദ്ദേഹം ആ പദവിയിൽ വന്നതിന് ശേഷം നോക്കിക്കാണുന്നതും കാര്യങ്ങൾ പറയുന്നതും അങ്ങനെയാണ്, അതിനെ ബേസ് ചെയ്താണ്. അപ്പോഴാണ് ശ്രീകുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ആരാധകരും അനുഭാവികളും വക്താക്കളും പ്രയോക്താക്കളും നേതാക്കളും ഒക്കെ പറയുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രി സതീശൻ നുണ പറയുന്നു എന്ന് പറയുന്നതേ ശരിയല്ല. കാര്യം മുഖ്യമന്ത്രി നുണ പറയുന്നു എന്നാണ് നിങ്ങൾ ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ശ്രമിക്കുന്നത് നരേറ്റീവ്, ഇത്രയും കാര്യം പ്രത്യേകമായിട്ട് അതിനെ എടുത്തു പിടിക്കുകയാണ്. അപ്പൊ അത് പ്രതിപക്ഷമാണ്, അല്ലെങ്കിൽ ഞാനും താങ്കളും ഡോക്ടർ ഗോപനും അടക്കമുള്ളവരാണ് ഇത്തരത്തിലുള്ള നരേറ്റീവിനൊക്കെ ശ്രമിക്കുന്നത്. അതങ്ങനെ ചെയ്യാനേ പാടില്ല. എന്തുകൊണ്ട്? കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അപ്പൊ നുണ എന്ന ആ പദപ്രയോഗമാണ് ശ്രീകുമാറിനെ പോലുള്ളവർക്ക് പ്രശ്നമാകുന്നെങ്കിൽ ഞാൻ അതിനെ കുറച്ചുകൂടെ പച്ചയായിട്ട് കള്ളം എന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. ഈ മുഖ്യമന്ത്രി കള്ളം പറയുന്നു, പ്രിയപ്പെട്ട എൻ ശ്രീകുമാർ, എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് പല കാര്യങ്ങളിലാണ്. അതൊന്ന്. രണ്ടാമത്, ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്ര ചുരുങ്ങിയ കാലമേ ആയുള്ളൂ എങ്കിലും എത്രയോ കാര്യങ്ങളിലാണ് U-turn അടിക്കേണ്ടി വന്നത് എന്ന് പറയുന്നത് കോൺഗ്രസ് അനുകൂലികളായ, അതിൽ ഉപരിയായി VD സതീശൻ ഫാനായിട്ടുള്ള നിരവധി മാധ്യമ പ്രമാണിമാർ, പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ തന്നെ ഉണ്ട്. U-turn അടിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോ. എന്തുകൊണ്ടാണത്? ഏതെങ്കിലും പ്രതിപക്ഷ വാദങ്ങളെ മുഖവിലയ്ക്ക് പോലും എടുക്കുന്നവരല്ലല്ലോ ഈ പറയുന്ന മാധ്യമ പ്രധാനികൾ ആരും തന്നെ. അവരാണ് പറയുന്നത് U-turn അടിക്കേണ്ടി വരുന്നു എന്നുള്ളത്. അതെന്തുകൊണ്ട്? അവര് പറയുന്ന ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡന്റിലാണ്. ഇതങ്ങനെയല്ല. പല പ്രാവശ്യമായിട്ട് പറയേണ്ടി വരുമ്പോൾ മനസ്സിലാവുന്നത് ആ മീഡിയ ഹൗസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാനേജ്മെന്റ് അടക്കം അങ്ങനെ കാണുന്നു. മുഖ്യമന്ത്രിക്ക് അങ്ങനെ നാക്കുപിഴ പറ്റിപ്പോയി എന്നുള്ളതല്ല, അത്തരത്തിൽ U-turn അടിക്കേണ്ടി വരുന്ന കേസുകളുടെ പല സമയത്ത് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് എന്നിട്ട് ഇപ്പോഴും പറയുന്നത് യൂത്ത് മുഖ്യനൊപ്പമാണ് എന്നാണ്? ആയിക്കോട്ടെ, യൂത്ത് മാത്രം പോരല്ല മുഖ്യനൊപ്പമായിട്ടുള്ളത്. ഈ വലിയൊരു എന്താ പറയുന്നത്, വോട്ടിംഗ് പെർസെന്റേജ് കിട്ടുകയും സീറ്റുകളുടെ എണ്ണം കിട്ടുകയും ചെയ്ത മുന്നണിയാണ് UDF. ആ മുന്നണി അധികാരത്തിരിക്കുമ്പോൾ എന്തുകൊണ്ട് തുടക്കത്തിലെ മധുവിധു നാളുകൾ മരവിപ്പിച്ചാലും നിർത്തിയിട്ടില്ല ഈ ഭരണത്തിന്റെ? അത് നിങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള എന്താ പറയുന്ന ലക്ഷ്മണരേഖകൾ ഉണ്ടെങ്കിൽ മറികടന്നതും ഒക്കെ ചെയ്തത് ഇതേ UDF തന്നെയാണ്. ആ ലക്ഷ്മണരേഖ